തിരുമാന്താംകുന്നിലമ്മ കോഴിക്കോട്ടെ വളയനാട് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ കഥയറിയാമോ? തിരുനാവായ കീഴടക്കി വിജയ ശ്രീലാളിതനായി മടങ്ങിയ സാമൂതിരി രാജാവിനെ ഒരു വലിയ വനിതാ സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. തന്നെ കീഴടക്കിയത് വള്ളുവ കോനാതരിയുടെ ഉപാസനാമൂർത്തിയായ തിരുമാന്താംകുന്നിലമ്മയാണെന്ന് സാമൂതിരിക്ക് വെളിപാടുണ്ടായി. കഠിന തപസ്സിലൂടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ രാജാവ് ദേവിയോട് കോഴിക്കോട്ടേക്ക് കുടികൊള്ളാൻ വരം ആവശ്യപ്പെട്ടു. വള്ളുവനാടിനെ ഇനി ആക്രമിക്കരുതെന്നും രാജാവ് മുന്നിലും താൻ പിന്നിലുമായി കോഴിക്കോട്ടേക്ക് വരാം എന്ന് ദേവി അരുൾ ചെയ്തു. ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയാൽ താൻ മടങ്ങിപ്പോകുമെന്ന ഉടമ്പടിയിൽ ഇരുവരും യാത്രയാരംഭിച്ചു. ഇടയ്ക്ക് വെച്ച് ദേവിയുടെ ചിലമ്പൊച്ച കേൾക്കാതായപ്പോൾ രാജാവ് തിരിഞ്ഞു നോക്കി. വ്യവസ്ഥ ലംഘിച്ചതിനാൽ തിരിച്ചു പോകാൻ ഒരുങ്ങിയ ദേവിയോട് രാജാവ് സാഷ്ടാംഗം പറഞ്ഞു. താൻ ചിലമ്പെറിയുമെന്നും അത് വീഴുന്നിടത്ത് ക്ഷേത്രം പണിതാൽ തന്റെ ചൈതന്യം അവിടെ ഉണ്ടാകുമെന്ന് ദേവി അനുഗ്രഹിച്ചു. വളയം വീണ സ്ഥലത്തെ ക്ഷേത്രമായതിനാൽ വളയനാട് എന്നറിയപ്പെട്ടു.